മുരാരി ബാബുവിന് ജാമ്യം കിട്ടിയത് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യമാണ്. 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാത്തതിൻ്റെ പേരിലാണ് ജാമ്യം കിട്ടിയത്. ഇനിയിപ്പോൾ അടുത്ത കേസിൽ ഒരു കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ജാമ്യം കിട്ടിക്കഴിഞ്ഞു. അടുത്ത കേസിലും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 90 ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടും. അപ്പോൾ ഒരു ഇടക്കാല കുറ്റപത്രം പോലും സമർപ്പിക്കാതെ ഇത് നീണ്ടുപോകുന്നത് കുറ്റവാളികൾ മുഴുവൻ ജയിലിൽ നിന്ന് പുറത്തിറക്കുന്നതിന് കാരണമാകും. അന്വേഷണത്തിൻ്റെ റഡാറിൽ നിൽക്കുന്ന ആളുകൾക്ക് കൂടി അവർ അറസ്റ്റ് ചെയ്യപ്പെട്ടാൽ അവർക്ക് ജാമ്യം കിട്ടുന്നതിന് ഈ ജാമ്യം ഒരു കാരണമായി മാറും. അതുകൊണ്ട് ഞങ്ങൾ നേരത്തെ ഒരു ആരോപണം ഉന്നയിച്ചിരുന്നു. SITയുടെ മീതെ അതിശക്തമായ സമ്മർദ്ദമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളതെന്ന്. അത് പിന്നീട് കോടതി ശരിവെച്ചു. അതായത് മന്ദഗതിയിലായിട്ടുണ്ട് അന്വേഷണം എന്ന്. ഇപ്പോൾ ഞാൻ ഇതുവരെ SITയെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടില്ല. കാരണം SITയിൽ നമുക്ക് വിശ്വാസമുണ്ട്, ഇപ്പോഴും വിശ്വാസമുണ്ട്. പക്ഷേ SIT വീഴ്ച വരുത്തിയിട്ടുണ്ട്. കാരണം 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം സമർപ്പിച്ചില്ലെങ്കിൽ കുറ്റവാളികളായ ആളുകൾക്ക് ജാമ്യം കിട്ടുമെന്നും അവർ പുറത്തിറങ്ങിയാൽ ഈ നഷ്ടപ്പെട്ട സ്വർണം വരെ കണ്ടെടുത്തിട്ടില്ല, ദ്വാരപാലക ശില്പം കണ്ടെടുത്തിട്ടില്ല. ഈ കുറ്റവാളികൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇനിയും തെളിവുകൾ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമുള്ളതുകൊണ്ടാണ് കോടതി അല്ലാതെയുള്ള ജാമ്യം അവർക്ക് നിഷേധിച്ചത്. കോടതി അല്ലാതെ ആർക്കും ജാമ്യം കൊടുത്തിട്ടില്ല. വളരെ ശക്തമായ നിരീക്ഷണമാണ് ഹൈക്കോടതിയും സുപ്രീം കോടതി ഇക്കാര്യത്തിൽ നടത്തിയിരിക്കുന്നത്. അയ്യപ്പൻ്റെ സ്വർണം കട്ടിട്ട് ജാമ്യത്തിൽ വരികയാണോ എന്ന് ചോദിച്ചവർക്ക് സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടുന്നതിനുള്ള ഒരു അവസരം ഉണ്ടാക്കിയെടുത്തത് തീരെ ശരിയായില്ല എന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുപോലെ പയ്യന്നൂരിലെ CPM ജില്ലാ കമ്മിറ്റി അംഗം MLAക്കെതിരായി ഗുരുതരമായ ആരോപണം. ഇത് ആദ്യത്തെ ആരോപണമല്ല. ഇത് പാർട്ടിക്കും ഗവൺമെൻറ്റിനും ഉള്ളവർക്കും ഈ ആരോപണം കൊടുത്തിട്ടൊരു കേസ് പോലും എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. CPM എന്താണ്? ഇതെല്ലാം പാർട്ടി കോടതിയാണോ? ഇത് ഗുരുതരമായ ക്രമക്കേടാണ് ഇതിനകത്ത് നടന്നിരിക്കുന്നത്. ജനങ്ങളിൽ നിന്നും പണം പിരിച്ചിട്ട് ആ പണം കട്ടെടുത്തിരിക്കുകയാണ്. ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് പ്രതിപക്ഷമല്ല, അവിടുത്തെ ഏരിയ സെക്രട്ടറി ആയിരുന്ന ഇപ്പോഴത്തെ ജില്ലാ കമ്മിറ്റി അംഗമായ ആൾ തെളിവുകൾ സഹിതം റെസീറ്റിൻ്റെ കാരണങ്ങൾ സമിതം വളരെ ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചിട്ടും ഈ പ്രതിയെ രക്ഷിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. പാർട്ടി തന്നെ അന്വേഷിച്ച് കേസ് ഒതുക്കി തീർക്കുകയാണ്. അത് പോലീസിലേക്ക് പാർട്ടി നേതാക്കന്മാർക്ക് ഈ രക്തസാക്ഷിയുടെ പേരിൽ പണം പിരിച്ചത് അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് അവർ പോലീസിനെ അറിയിച്ചില്ല എന്ന് പറയുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. ഒരു ക്രൈം നടന്നു എന്ന് പറഞ്ഞിട്ട് അത് പോലീസിനെ അറിയിക്കാതിരിക്കുന്നത് ഗുരുതരമായ ക്രിമിനൽ കുറ്റമാണ്. വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട് 3 മാസം സ്ഥലമെടുക്കാൻ വൈകിയതിൻ്റെ പേരിൽ കോൺഗ്രസിനെ അധിക്ഷേപിച്ച ആളുകളാണ്. വയനാട്ടിൽ തന്നെ ബ്രഹ്മഗിരിയിൽ സൊസൈറ്റിയിൽ കോടിക്കണക്കിന് രൂപയാണ് പാർട്ടിക്കാരുൾപ്പെടെയുള്ള ആളുകളുടെ പാർട്ടി നേതാക്കന്മാർ കൊള്ളയടിച്ചിരിക്കുന്നത്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്ന് DYFIക്കാർ ചോദിച്ചു. യൂത്ത് കോൺഗ്രസ് പിരിച്ച പണം കണക്ക് സഹിതം ഒരു KPCC ഏൽപ്പിച്ചു. അത് ചോദിച്ച DYFIക്കാർ ഒരു രക്തസാക്ഷിയുടെ പണം കവർന്നെടുത്തതിനെക്കുറിച്ച് എന്തുകൊണ്ടാണ് മൗനം അവലംബിക്കുന്നത്? ഇത് ഇപ്പോൾ ഇയാൾക്കെതിരായി ഭീഷണിയാണ്, അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഭീഷണി. ഇത് ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനെതിരായി വ്യാപകമായ ഭീഷണിയാണ്. സത്യം തുറന്നു പറഞ്ഞ TP ചന്ദ്രശേഖരന് എതിരെ പോലുള്ള വധഭീഷണി ഈ ആരോപണം ഉന്നയിച്ച ജില്ലാ കമ്മിറ്റി അംഗത്തിനുണ്ടായിരുന്നു. പ്രളയ ഫണ്ടും കോവിഡ് ഫണ്ടും ഒക്കെ തട്ടിയെടുക്കാൻ മടിയില്ലാത്ത പാർട്ടിയാണ് CPM എന്ന് തെളിയിച്ചിരിക്കുന്നു. കരുവന്നൂരിൽ കോടികളാണ് തട്ടിയെടുത്തത്. പാർട്ടി തന്നെ പ്രതിയായി, CPM തന്നെ കരുവന്നൂരിൽ പ്രതിയായി ഇല്ലേ? അതുപോലെ വയനാട് ബ്രഹ്മഗിരിയിൽ ഉൾപ്പെടെയുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ വ്യാപകമായ അധിക്ഷേപമാണ് പാർട്ടിയെക്കുറിച്ച് വരുന്നത്. പാർട്ടിയും പാർട്ടിയുടെ നേതാക്കളും പൊതുഫണ്ട് കൊള്ളയടിക്കുന്നതായിട്ട് ആരോപണം വന്നിട്ട് അതിന് ഒരു അന്വേഷണവും നടത്താൻ, ഒരു തരത്തിലുള്ള അന്വേഷണം നടത്താൻ സർക്കാർ തയ്യാറാവുന്നില്ല എന്നത് പാർട്ടി തന്നെ പോലീസ് സ്റ്റേഷനും പാർട്ടി തന്നെ കോടതിയുമാകുന്ന പരിപാടി നടക്കില്ല. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ നിയമപരമായി ചെയ്യേണ്ട നടപടികൾ സ്വീകരിക്കണം എന്ന് ഞങ്ങൾ ശക്തിയായി ആവശ്യപ്പെടുന്നു. തീർച്ചയായിട്ടും ഈ കുറ്റപത്രം വൈകിക്കഴിഞ്ഞാൽ, സമയത്ത് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ ഈ പ്രതികൾക്കെല്ലാം സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള ജാമ്യം ലഭിച്ച് അവരെല്ലാം പുറത്തു വരും. അവർക്കെതിരായി നടപടിയെടുക്കാത്ത പാർട്ടിയാണിത്. 3 പ്രധാനപ്പെട്ട പാർട്ടി നേതാക്കന്മാർ അയ്യപ്പൻ്റെ സ്വർണം കവർന്നതിന് ജയിലിൽ പോയിട്ടും അവർക്കെതിരായി
പാർട്ടി നടപടി പോലും സ്വീകരിക്കാത്ത പാർട്ടിയാണിത്. ആ പാർട്ടി ഭരിക്കുന്ന ഗവൺമെന്റ് അവരെ ജാമ്യം കിട്ടിയപ്പോൾ, അല്ലാതെ ജാമ്യം കിട്ടില്ല. അല്ലാതെ ജാമ്യത്തിന് വേണ്ടി ഒരുപാട് ശ്രമം നടത്തി, സുപ്രീം കോടതിയിലും പോയി, ഹൈക്കോടതിയിലും ഒക്കെ പോയി, ജാമ്യം കിട്ടിയില്ല. അപ്പോൾ പിന്നെ സ്റ്റാറ്റ്യൂട്ടറി ജാമ്യം കിട്ടാനുള്ള അവസ്ഥ SIT ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലായിരുന്നു. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് നടത്തിയ സമ്മർദ്ദമാണ് ആ SITയെ കൊണ്ട് കുറ്റപത്രം സമർപ്പിക്കാതിരുന്നത് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇപ്പോൾ അത് പച്ചക്കള്ളമാണ്. അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ദേശീയ നേതൃത്വത്തിൽ ഉൾപ്പെട്ട ആളുകൾ ഉൾപ്പെടെ ശ്രീ KC വേണുഗോപാൽ ദേശീയ നേതൃത്വത്തിലുള്ള ആളാണ്, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി, എല്ലാവരും ഒരേപോലെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഒരു പരാതിയും പാർട്ടിയുടെ നേതൃത്വത്തിൽ ഉണ്ടായില്ല. ഞങ്ങളെല്ലാം കൂടിയാലോചിച്ചിട്ടാണ് എല്ലാ ദിവസവും ഞങ്ങൾ പിന്നത്തെ കാര്യവും ഉൾപ്പെടെ എല്ലാവരും കൂടിയാലോചിച്ചിട്ടാണ് ചെയ്യുന്നത്. അതൊക്കെ വെറുതെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്. ഇപ്പം പ്രതിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിന് പ്രതിരോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പറയാ. കഴിഞ്ഞ ദിവസമൊക്കെ എന്തെല്ലാം പറഞ്ഞു, മന്ത്രിമാർ എന്തെല്ലാം വിവരക്കേട് പറഞ്ഞു, എന്തെല്ലാം വിവരക്കേടാണ് അസംബ്ലിയിലും മന്ത്രിമാർ വിളിച്ചു പറഞ്ഞത്. സോണിയാഗാന്ധിയുടെ വീട് റെയ്ഡ് ചെയ്യണമെന്ന്, അറസ്റ്റ് ചെയ്യണമെന്ന് പറയണ വിവരദോഷികളായ ഞാൻ ഇത്തരം വാക്കുകൾ ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ കഴിഞ്ഞ 5 വർഷമായിട്ട് പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ ഇത്രയും വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ക്ഷമിക്കണം നിങ്ങൾ, പൊതുസമൂഹവും. വിവരക്കേട് നിയമസഭയിൽ നിന്ന് വിളിച്ചു പറഞ്ഞ മന്ത്രിമാരുള്ള സംസ്ഥാനമാണെന്നോർത്ത് ഞങ്ങൾ ലജ്ജിക്കുന്നു. അതിനൊക്കെ ഞങ്ങൾ കൃത്യമായിട്ട് മറുപടി പറഞ്ഞത്. അതൊക്കെ മറുപടി പറഞ്ഞ അതിനൊക്കെ എല്ലാ ദിവസവും അത് ചോദിക്കണ്ട. അതൊക്കെ ഇന്നലെ പറഞ്ഞല്ലേ, ഇന്നലെ അതിന് മറുപടി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ടെന്നേ. അല്ലല്ല, മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ട്. അല്ല, മുഖ്യമന്ത്രിയുടെ കൂടെ ചിത്രമുണ്ടല്ലോ. ഞങ്ങൾ മുഖ്യമന്ത്രി അല്ല, നിങ്ങൾ സംസാരിക്കല്ലേ, ഞാൻ മറുപടി പറയല്ലേ. മുഖ്യമന്ത്രിയുടെ കൂടെ നിങ്ങൾ ചോദിച്ചു എല്ലാ ചോദ്യം നിങ്ങൾ 5 ചോദ്യം നിങ്ങൾ ചോദിച്ചോന്ന്. അത് ഞാൻ മറുപടി പറയുമ്പോൾ ഇടയിൽ കയറി ചോദിക്കാൻ പറ്റില്ല. അല്ല, നിങ്ങൾ സംസാരിക്കും, എന്നിട്ട് പറയാം. വേറെ ആരെയും ഉണ്ടോ ചോദിക്കാൻ? ഇന്നലെ ഇതിനെല്ലാം മറുപടി പറഞ്ഞു. താങ്കൾ 5 ചോദ്യം ഇന്നലെ ചോദിച്ചത്, ഇതിനെല്ലാം ഞാൻ മറുപടി പറയാം. ഇല്ല, അങ്ങനെ ഒരേ അജണ്ട വെച്ചിട്ട് സംസാരിക്കണ്ട. ഇന്നലെ താങ്കൾ 5 ചോദ്യം ചോദിച്ചതിന് 5 എണ്ണത്തിന് ഞാൻ മറുപടി പറഞ്ഞു. അയ്യോ, ആ അങ്ങയുടെ ചോദ്യത്തിന്റെ മുന്നിൽ ഞാൻ ഉത്തരം മുട്ടിപ്പോയെന്ന് എഴുതിക്കും. വേറെ വല്ലതും ഉണ്ടോ ചോദിക്കാൻ? വേറെ ആരെങ്കിലും ഈ കൈരളിയിൽ നിന്നും ഈ ദേശാഭിമാനിൽ നിന്നും വന്നിട്ടൊന്നും അജണ്ടയൊന്നും എൻ്റെ അടുത്ത് വില പോകത്തില്ല. നിങ്ങൾ ഒരേ ചോദ്യങ്ങൾ തന്നെ ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചോദിച്ച ചോദ്യത്തിന് ഞാൻ മറുപടി കൃത്യമായിട്ട് പറഞ്ഞു. മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, അദ്ദേഹം മറുപടി പറഞ്ഞുകൊണ്ടിരിക്കണം, എൻ്റെ ഇടയിൽ കയറി ചോദിക്കരുത്. അതാണ് ഞാൻ നിങ്ങളോട്, നിങ്ങളിപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ സംസാരിക്കുക, ഞാൻ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് സാമാന്യ മര്യാദയുടെ ലംഘനമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ചോദ്യത്തിന് മറുപടിയില്ല. ഞാൻ ആരെങ്കിലും വേറെ ചോദിക്കാമെന്ന് ചോദിച്ചു. അതെനിക്കറിയത്തില്ല, അതെനിക്കറിയില്ല. അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയാം. അല്ല, അദ്ദേഹം ഇതിനു മുൻപ് ഉന്നയിച്ച ആരോപണമാണ്, ഇപ്പോൾ വന്ന ആരോപണമല്ല. ആ ആരോപണത്തിന്റെ മീതെ പാർട്ടി അദ്ദേഹത്തോട് സംസാരിച്ച് ഇതിനെല്ലാം കൃത്യമായ നടപടിയെടുക്കുമെന്ന് അവർക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. എല്ലാത്തിനും ഉറപ്പ് കൊടുത്തിരുന്നു. എന്നിട്ട് അത് ചെയ്യാത്തത് കൊണ്ടാണ്, ഒരു നടപടിയും പാർട്ടി സ്വീകരിക്കാത്തത് കൊണ്ടാണ് താൻ ഇത് രണ്ടാമത് പറയേണ്ടി വന്നത് എന്ന് അദ്ദേഹം പറഞ്ഞു. ഒരു രക്തസാക്ഷിയുടെ ഫണ്ട് പിരിവിൽ നടത്തിയ കൊള്ളയാണ്. പാർട്ടി സെക്രട്ടറിക്ക് ഉൾപ്പെടെ അത് അറിയാമായിരുന്നിട്ടും ആ കൊള്ളയെക്കുറിച്ച്, ഇത് തന്നെയാണല്ലോ അഭിമന്യുവിന്റെ കേസിൽ നടന്നത്. ഇത് തന്നെ രക്തസാക്ഷികളുടെ പേരിൽ ഫണ്ട് പിരിച്ച് മുക്കുന്ന പാർട്ടിയായി CPM എന്ന് CPM നേതാക്കൾ തന്നെ ഉന്നയിക്കുക. ഞങ്ങൾ ഉന്നയിച്ച ആരോപണമല്ല. പാർട്ടിക്കകത്ത് നിന്ന് പ്രധാനപ്പെട്ട ഏരിയ സെക്രട്ടറി എന്ന് പറഞ്ഞ CPMൽ ചെറിയ ആളാണ് അദ്ദേഹം, ഇപ്പൊ ജില്ലാ കമ്മിറ്റി മെമ്പറാണ്. അദ്ദേഹം ഉന്നയിച്ച ഗുരുതരമായ ആരോപണമാണ്. അത് ഈ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന തെറ്റായ പ്രചരണമാണ്. കോടതിക്ക് അത് അടുത്ത വാദത്തിന്റെ അന്ന് ഞങ്ങൾ പരാതി കൊടുക്കുകയാണ്. എൻ്റെ അഭിഭാഷകൻ, അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല. അത് കൈരളി ന്യൂസിലടക്കമുള്ള ചില വാർത്താ മാധ്യമങ്ങളിൽ വന്ന തെറ്റായ വാർത്തയാണ്. അതെങ്ങനെയാണ്? ഞാൻ ആ നോട്ടീസിന്റെ മറുപടിയിലല്ലേ എനിക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ആ നോട്ടീസിന്റെ മറുപടി നിങ്ങൾക്കെല്ലാം കിട്ടിയ മറുപടിയാണ്. ഞാൻ കടകംപള്ളി സുരേന്ദ്രനെതിരായി
അദ്ദേഹത്തിന് എനിക്കെതിരെ കേസ് കൊടുത്തേക്കണത് എന്താ? ദ്വാരപാലക ശില്പം ഏത് കോടീശ്വരനാണ് വിറ്റത് എന്ന് കടകംപള്ളി സുരേന്ദ്രൻ പറയണം. കാരണം അദ്ദേഹം അന്നത്തെ ദേവസ്വം മന്ത്രിയാണ്. അറിയാവുന്നവരോട് ചോദിച്ചാലല്ലേ പറയാൻ പറ്റുള്ളൂ. ഇതാണ് ഞാൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അതിനാണ് എനിക്കെതിരെ കേസ് കൊടുക്കുന്നത്. ആ ആരോപണത്തിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്നാണ് ഞാൻ മറുപടി നോട്ടീസ് കൊടുത്തത്. എൻ്റെ അഫിഡവിറ്റ് ഉണ്ട്. എൻ്റെ അഫിഡവിറ്റിലും ഞാനതിൽ ഉറച്ചു നിൽക്കുന്നു. ഞാനെങ്ങനെ വാദത്തിൽ നിന്ന് എൻ്റെ നോട്ടീസിലും അതുപോലെ ഞാൻ കൊടുത്ത അഫിഡവിറ്റിൽ നിന്നും മാറി എനിക്ക് സംസാരിക്കാൻ പറ്റുന്നത്? എൻ്റെ അഭിഭാഷകൻ എനിക്ക് അദ്ദേഹം എന്താണ് പറഞ്ഞതെന്ന് എന്നെ അറിയിച്ചിട്ടുണ്ട്. അത് ഇന്നലത്തെ ദിവസം സതീശൻ മലക്കം പറഞ്ഞു. എങ്ങനെ മലക്കം പറയാണ്? കോടതിയിൽ ഞങ്ങൾ കോടതിയിൽ പരാതി കൊടുക്കുകയാണ്. ഇത് തെറ്റായ വാർത്ത കൊടുത്തത് കൈരളിയാണ്. തെറ്റായ വാർത്ത കൊടുത്തത് സതീശൻ മലക്കം പറഞ്ഞു. ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഞാൻ അവിടെ നിന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് അങ്ങനെ പറയാൻ പറ്റില്ല. കോടതിയിൽ പറഞ്ഞാൽ കോടതി അപ്പം തന്നെ അന്നാ ക്ഷമ പറയാൻ പറയും. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നിന്ന് മാറിയ ക്ഷമ പറഞ്ഞ് പോയിക്കാൻ പറയും. അല്ലെങ്കിൽ അദ്ദേഹം ചോദിച്ച 10 ലക്ഷം നഷ്ടപരിഹാരം കൊടുക്കാൻ പറയും. ഞാൻ അഭിഭാഷകനല്ലേ, എനിക്കറിയില്ലേ. അല്ല, അങ്ങനെ പറഞ്ഞിട്ടില്ല. നിങ്ങൾ കൈരളി എഴുതിയ പച്ചക്കള്ളമാണ്. പച്ചക്കള്ളം ഞാൻ വീണ്ടും ആവർത്തിച്ച് പച്ചക്കള്ളമാണ്. കൈരളി എന്തും പറയും, എന്ത് വൃത്തികേടും പറയും. ആ വൃത്തികേടുകൾ പറയുന്ന കൂട്ടത്തിലാണ്. ആ ഒരു കാരണവശാലും പിന്മേൽ നിങ്ങൾ അതാണ് പ്രവർത്തിക്കുന്നത്. നിങ്ങൾ എന്നെ ഭീഷണിപ്പെടുത്തൊന്നും വേണ്ട. ചെല്ലി പറഞ്ഞോ. വേറെ ഇത് പച്ചക്കള്ളാണ് ഈ പറഞ്ഞത്. കോടതിയിൽ പറയാത്ത കാര്യം പച്ചക്കള്ളം പ്രചരിപ്പിച്ചു. എന്ത് വൃത്തികേടും പറയും. ഒന്നുകൂടി ആവർത്തിച്ചു പറയും. എന്ത് വൃത്തികേടും പറയും. അദ്ദേഹം വ്യക്തിപരമായി നേരത്തെ മുൻകൂട്ടി പോയ ഒരു പരിപാടിയിൽ പങ്കെടുക്കേണ്ടതുകൊണ്ടാണ് എത്താൻ കഴിയായിരുന്നെന്ന് അറിയിച്ചിരുന്നു. അല്ല, അന്ന് അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടർ അല്ലല്ലോ, അറിയില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ എൻ്റെ മറു ചോദ്യമാണ്, നിങ്ങൾ പറയണ ശരിയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു ഷെയ്ഡി ക്യാരക്ടറെ മുഖ്യമന്ത്രി അടുത്ത് നിന്ന് ഫോട്ടോ എടുത്ത് എന്തിനാ? അല്ലല്ല നോ അറിയില്ലല്ലോ. അല്ലല്ല, ചോദ്യത്തിന് ഞാൻ കൃത്യമായ മറുപടി പറയാം. അന്ന് അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടർ ആണെന്ന് ആർക്കും അറിയില്ല. നമുക്കാർക്കും അറിയില്ലല്ലോ. മുഖ്യമന്ത്രിക്ക് പോലും, കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ല ഒരാൾ അദ്ദേഹത്തിന് സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും ഇന്റലിജൻസ് സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഷെയ്ഡി ക്യാരക്ടർ ആയിരുന്നെങ്കിൽ കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ കൂടെ നിന്ന് പടം എടുക്കില്ല. അദ്ദേഹം ഒരു കാരണവശാലും പടം എടുക്കില്ല. അദ്ദേഹത്തിന് അറിയില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് ഇന്റലിജൻസും സ്പെഷ്യൽ ബ്രാഞ്ചും പോലീസും സംവിധാനമുള്ള കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് അറിയില്ലെങ്കിൽ സോണിയാഗാന്ധി എങ്ങനെ അറിയണം? ആ ചോദ്യത്തിന് പ്രസക്തി. അത് ആ ചോദ്യം ഒരു ഹൈപ്പോത്തറ്റിക്കൽ ക്വസ്റ്റ്യൻ ആണ്. വരട്ടെ. അത് പിന്തുണ പ്രഖ്യാപിക്കുമ്പോൾ പരിശോധിക്കും. പാർട്ടി മുന്നണി പരിശോധിക്കും. ആ പിന്തുണ സ്വീകരിച്ചിരുന്നു. അത് ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അവർ പിന്തുണ നൽകാൻ തീരുമാനിച്ചാൽ ചർച്ച ചെയ്ത് തീരുമാനിക്കും. അതല്ല അവർ പിന്തുണ നൽകാൻ ഞങ്ങൾക്ക് തീരുമാനിച്ചാൽ ഞങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ആരാണത്? ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ ആരാണ്? അദ്ദേഹത്തിന്റെ പേര് പറ. അല്ല, തെറ്റാണ്. അങ്ങ് പറഞ്ഞത് തെറ്റാണ്. അല്ലെന്നേ, ജമാഅത്ത് ഇസ്ലാമിയുടെ അമീർ നടത്തിയ പത്രസമ്മേളനത്തിൽ അല്ല ഇത്. അദ്ദേഹം അല്ല ഇത് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ പേര് പറ. മസ്കറ്റ് ഹോട്ടലിൽ അദ്ദേഹം പേര്, പത്രസമ്മേളനത്തിൽ പങ്കെടുത്ത ആളുടെ പേര് പറയൂ. മുജീബ് റഹ്മാൻ എന്ന് പത്രസമ്മേളനം നടത്തി? എന്ന് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനത്തിൽ മതരാഷ്ട്രവാദം അവർ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആണെന്നേ മതരാഷ്ട്രവാദം അവരുപേക്ഷിച്ചു. ഇല്ലെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തിനോട് ക്ലാരിഫൈ ചെയ്തോ. ഞങ്ങളെ അറിയിച്ചിരിക്കുന്നതും ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളതും അദ്ദേഹം തിരുവനന്തപുരത്തും മലബാറിലും പത്രസമ്മേളനം നടത്തി പറഞ്ഞിട്ടുള്ളതും മതരാഷ്ട്രവാദം ഉപേക്ഷിച്ചെന്നാണ്. വേറെ
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.